ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മൈദ കൊണ്ടുള്ള ഒരു അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ചോക്ലേറ്റ് ദോശയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയിലോട്ട് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കുക. അത് മൈദയുടെ അളവൊന്നും നമ്മൾ പറയുന്നില്ല. നമുക്ക് എത്രയാണോ മൈദ ആവശ്യമുള്ളത്, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദ ആവശ്യമുള്ളത് അതെടുക്കുക. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് നമ്മൾ കഴിക്കണ ഒരു മധുരം നമുക്കറിയാലോ, അതിനനുസരിച്ചുള്ള മധുരം ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അതിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കണം. നമ്മളൊരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചോക്ലേറ്റ് പൗഡർ, നമ്മൾ കൊക്കോ പൗഡർ എന്ന് പറയുമല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. കൊക്കോ പൗഡർ നമ്മൾ അധികം ഇടാൻ പാടില്ല. ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇത്രയൊക്കെ ഇടാൻ പാടുള്ളൂ. അതിലധികം ഇടാൻ പാടില്ല. അധികം ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ടാണ് നമ്മൾ അധികം ഇടരുതെന്ന് പറയുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ അല്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കൂടുതലാവാൻ പാടില്ല. നമ്മൾ ദോശയുടെ ഒരു പാകത്തിന്, നമ്മൾ സാധാരണ അരിപ്പൊടിയുടെ ദോശ ചുടുന്ന പാകമല്ല, അതിലേറെ കുറച്ച് കട്ടിയുണ്ടാവുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ്. ഇപ്പം നമ്മൾ വേറെ പാത്രങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. നേരെ മിക്സിയിലോട്ട് തന്നെയാണ് മൈദമാവും ഉപ്പ്, പഞ്ചസാര, കൊക്കോ പൗഡർ, വെള്ളം ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചെടുക്കുക. ഇങ്ങനെ കൊടുത്താലുള്ളൂ കറക്റ്റായിട്ട് നമ്മുടെ ഈ മാവിൻ്റെ ലൂസ് കണക്കാക്കാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇനി മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതേപോലത്തെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഫുള്ള് നിറച്ചെടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം നമ്മൾ റബ്ബർ ഇട്ട് കൊടുക്കണം, എങ്കിലുള്ളത് പോവാതിരിക്കുക. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നിറക്കരുതിട്ടാ, അപ്പം നമുക്ക് റബ്ബർ ഇടാൻ പറ്റൂല. നമ്മളിതിന്റെ മുന്നത്തെ വീഡിയോസിൽ ഇതേപോലെ തന്നെ വേറെ റെസിപ്പി ചെയ്തിരുന്നു. നമ്മൾ വിവിധ തരം മാംഗോന്റെ എസൻസ്, സ്ട്രോബെറിയുടെ എസൻസ്, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള വെറൈറ്റി ദോശ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഇപ്പം നമ്മൾ ഓരോന്നായിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ചുട്ടെടുക്കാം. നല്ല ടൈറ്റിൽ വേണം റബ്ബർ ഇടാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ റബ്ബർ ഇട്ട ഭാഗത്ത് ലൂസായി പോവും. ഇത് നന്നായിട്ട് നമ്മൾ ദോശ ചുടുന്ന സാധാരണ ചട്ടിയിൽ നമ്മൾ ഇതിന്റെ അടിവശത്ത് ജസ്റ്റ് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കട്ടെ. വലിയ ഹോൾസ് ആയി കഴിഞ്ഞാൽ അപ്പത്തിന് ടേസ്റ്റ് വലിയതാവുമ്പോൾ അപ്പം നന്നായി കിട്ടൂല. അതേപോലെ ചെറിയ ഹോൾസ് ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. എത്രത്തോളം നമ്മൾ ചുറ്റിച്ചെടുക്കണോ അത്രത്തോളം ഈ അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓരോന്നും എണ്ണ പുരട്ടുക, വീണ്ടും ഇതേപോലെ ചുറ്റിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് മറിച്ചിടണം എന്നുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിടുക. ഞാൻ എല്ലാ ദോശയും മറിച്ചിടലുണ്ട്. സാധാരണ കട്ടില്ലാതെ ചുടുമ്പോൾ നമുക്ക് മറിച്ചിടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. അപ്പം നമ്മൾ ഓരോന്നും ഇതേപോലെ ചുട്ടെടുക്കണം. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ സംശയം വരികയെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ കാണുന്ന സമയത്ത് അതിന്റെ മറുപടി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ടൈലറിങ്ങിന്റെ ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇതേപോലെ ജസ്റ്റ് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കുക. ഇതേപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നമ്മൾ ഏത് സ്റ്റൈലിലാണ് ഏത് മോഡലിലാണൊക്കെ നമ്മൾ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചുറ്റിച്ചെടുക്കാം. ഇതേപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി അടച്ച് വെച്ചില്ല ചേച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, മറിച്ചിട ദോശ ആയതുകൊണ്ട് നമുക്ക് അടച്ച് വെക്കണം നിർബന്ധമൊന്നുമില്ല. ഇതേപോലെ നമ്മൾ ഓരോന്നും ചുട്ടെടുക്കുകയാണ്. അപ്പം മുഴുവനായിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ദോശ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണെന്നുള്ളത്. ചോക്ലേറ്റ് ദോശ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിത് കണ്ടതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.